ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. മുതലമട റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ ശരിക്കും കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ മുതലമട. നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത് അയ്യപ്പേട്ടൻ്റെ കടയ്ക്കാണ്. അയ്യപ്പേട്ടൻ്റെ കടയ്ക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം വരുന്ന സമയത്ത് ഇവിടെ ടോക്കണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഊണായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നേരെ നമ്മൾ വന്നത് ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ്. ബാക്കിൽ നോക്കി കുറേ മാവിൻ തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും പിന്നെ നെൽപ്പാടങ്ങളും ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഒരു അടിപൊളി വിഷ്വലാണ് ഇവിടെ നിന്ന്. അത് കണ്ടില്ലേ, ആ വെള്ളം ഒഴുകുന്ന ഭാഗമില്ലേ, അത് സീതാർകുണ്ട് വാട്ടർഫാൾസിന്. ഗൈസ്, നമ്മളങ്ങനെ സീതാർകുണ്ട് വാട്ടർഫാൾസിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇതുപോലെ മഴക്കാലത്തും അല്ലെങ്കിൽ ഇതുപോലെ ഈ പച്ചപ്പായി കിടക്കുന്ന സമയത്തൊക്കെ വരണം കേട്ടോ. എന്നാൽ മാത്രമാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ ബ്യൂട്ടി കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. വേനൽക്കാലത്തൊക്കെ ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. മുതലമട റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ ശരിക്കും കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ മുതലമട. ഇവിടെ അധികം ട്രെയിനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് രാവിലെ ഒരു ട്രെയിൻ ഉണ്ട്, പിന്നെ വൈകിട്ട് ഒരു ട്രെയിൻ ഉണ്ട്. അമൃത എക്സ്പ്രസ് ഒക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ മുതലമടി നമ്മൾ വന്നത് കൊല്ലംകോട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഒരുപാട് മൂവീസിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്തൊക്കെ കൊല്ലംകോടൊക്കെ ഭയങ്കര രീതിയിൽ ചർച്ചയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കൊല്ലംകോട് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷമായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 ഗ്രാമങ്ങളിലെ ഒരു ഗ്രാമമായിട്ട് കൊല്ലംകോടിനെ അംഗീകരിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ഒരുപാട് ആൾക്കാരായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളും വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ നമുക്ക് ഈ വർഷം എന്തൊക്കെയാണ് ഇതിൻ്റെ കൊല്ലംകോടിൻ്റെ മാറ്റങ്ങൾ എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കൊല്ലംകോട്ടിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം കൊല്ലംകോട്ടിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഞാനും ശ്യാമാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് നേരെ ഓരോ കൊല്ലംകോട്ടിൻ്റെ ഓരോ നല്ല അടിപൊളി ഭാഗങ്ങളിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ആൽമരങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത് 2015 സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ആൽമരങ്ങൾ മുറിച്ച് മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടാണ് അതിൽ നിന്ന് ഇന്ത്യൻ റെയിൽവേ പിന്മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഒന്ന് തന്നെയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ട് ഒരു 10-30ഓളം ഫിലിംസിൻ്റെ ഷൂട്ടിങ്സ് ഒക്കെ നടന്നിട്ടുള്ള ലൊക്കേഷനാണ്. ഇപ്പോൾ മലയാളത്തിലെടുത്ത് പറയുകയാണെന്ന് പറഞ്ഞാൽ ഒരു യാത്രാമൊഴി മുതൽ ആടുജീവിതം വരെ നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫിലിംസിൻ്റെ പേരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും 2 ട്രെയിനുകൾക്കാണ് സ്റ്റോപ്പ് ഉള്ളത്. ഒന്ന് അമൃത എക്സ്പ്രസ്സിനും പിന്നെ പാലക്കാട് നിന്ന് തിരുച്ചെന്തൂർ വരെ പോകുന്ന തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിന് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത് അയ്യപ്പേട്ടൻ്റെ കടയ്ക്കാണ്. അയ്യപ്പേട്ടൻ്റെ കടയ്ക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം വരുന്ന സമയത്ത് ഇവിടെ ടോക്കണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടോക്കണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വർക്കിംഗ് ഡേയ്സിലാണ് പോയതെങ്കിൽ കൂടി നല്ല തിരക്കായിരുന്നു. അവിടെ നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഇവിടെ ചുമ്മാ ഫേമസ് ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ ആൾക്കാർ വരുന്നത്. ഇപ്പോഴും ആ ഒരു പഴയ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പിന്നെ ആ ഒരു റേറ്റും അതൊക്കെ അവർ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോഴും ഊണിന് 50 രൂപയും ബീഫിന് 50 രൂപയും അതൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനും ഒരു ഊണും ബീഫുമാണ് കേട്ടോ പറഞ്ഞത്. 100 രൂപയായുള്ള ഒരാൾക്ക്. പാലക്കാട് ജില്ലയിലും ചിറ്റൂർ താലൂക്കിലാണ് പ്രകൃതി സൗന്ദര്യവും ജൈവസമ്പദം കൊണ്ട് അനുഗ്രഹപ്പെട്ട കൊല്ലംകോട് ദേശം. നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ പഴമയുടെ ഭംഗിയുണ്ട് കൊല്ലംകോട് ദേശം ഇന്ന് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. നമ്മൾ കൊല്ലംകോട് മാത്രമല്ല കേട്ടോ, പാലക്കാടിൻ്റെ പല ഗ്രാമങ്ങളിലേക്ക് ചെന്നാലും നമുക്ക് ഇതുപോലുള്ള നല്ല കാഴ്ചകളും പച്ചപ്പായി നിൽക്കുന്ന നെൽപ്പാടങ്ങളും പച്ചയായ കുറേ മനുഷ്യരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളതാണ് കേട്ടോ പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഇപ്പോഴും ആ വേപ്പിലയുടെ താഴെയായിട്ട് പട്ട കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കുടിൽ പോലുള്ള ചായക്കട തന്നെയാണ് കേട്ടോ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോഴും ആ കൊല്ലംകോടിൻ്റെ ഗ്രാമീണ തനിമ നിലനിർത്തുന്ന ഒരു ചായക്കട തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഇവിടെ കയറി ഒരു ചായയും പരിപ്പോടിയും കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകാറുള്ളൂ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ യാത്ര തുടങ്ങിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കയറുന്നില്ല. നമ്മൾ നേരെ ചിങ്ങഞ്ചിറയിലേക്ക്. നമ്മളങ്ങനെ അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഊണായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നേരെ നമ്മൾ വന്നത് ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മൂവീസിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത് ചിങ്ങഞ്ചിറ. ഇതൊരു ചെറിയൊരു അമ്പലം കൂടിയാണ്. അപ്പോൾ വിശ്വാസമുള്ളവരിവിടെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഭയങ്കര രീതിയിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടും തിരക്കൊന്നും കാണാനില്ല. ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ
ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ഈ കുടുംബദോഷം മാറാനും സൽസന്ധതികൾ ലഭിക്കാനും വീട് വയ്ക്കാനും ഋതുദോഷം മാറാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഓരോ പൂജൻ്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് മൂവീസിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഉള്ള ലൊക്കേഷനാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ് ഇത്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഇത്. അപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം നമുക്ക്. ഗൈസ്, നമ്മൾ അയ്യപ്പേട്ടൻ്റെ ചായക്കടഞ്ഞ് നമ്മൾ നേരെ വന്നത് പെരിങ്ങോട്ടിച്ചേരി കളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മൾ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഹോട്ടലായി മാറിയിട്ടാ. മുമ്പ് ഇതൊരു കളമായിരുന്നു. കളം പറഞ്ഞു കഴിഞ്ഞാൽ 50 ഏക്കറിന് മുകളിൽ കൃഷിയിടത്തിൻ്റെ നെല്ല് ഇതൊക്കെ ഉണക്കാനും സൂക്ഷിക്കാനൊക്കെ ആയിട്ടുള്ളൊരു കളമായിരുന്നു കേട്ടോ ഇത്. ഒരുപാട് വർഷത്തെ കാലപഴക്കമുള്ള ഒരു കളമാണിത്. അതിപ്പോൾ മാറി ഇപ്പോൾ ഹോട്ടലായി മാറിയിരിക്കുന്നു കേട്ടോ. അതിൻ്റെ ബാക്കിൽ കുറേ നെൽപ്പാടങ്ങളും അതിന് ഒരു സൈഡിലായിട്ട് ഫുള്ളെല്ലാം മാവിൻ തോപ്പുകളും അതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുക. പിന്നെ ഇവിടുന്ന് സീതാർകുണ്ട് വാട്ടർഫാൾസിൻ്റെ ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നെല്ലിയാമ്പതിയുടെ മലനിരകളാണ് കാണുന്നത്. ബാക്കിൽ നോക്കി കുറേ മാവിൻ തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും പിന്നെ നെൽപ്പാടങ്ങളും ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു അടിപൊളി വിഷ്വലാണ് ഇവിടുന്ന്. അത് കണ്ടില്ലേ, ആ വെള്ളം ഒഴുകുന്ന ഭാഗമില്ലേ, അത് സീതാർകുണ്ട് വാട്ടർഫാൾസിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു വെള്ളം ഒഴുകുന്ന ഭാഗത്തും ഏതൊരു വാട്ടർഫാൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ നെല്ലിയാമ്പതിയുടെ മലനിരകളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നതെല്ലാം നെല്ലിയാമ്പതിയുടെ മലനിരകളാണ്. അടിപൊളി വിഷ്വലാണ് കേട്ടോ. ഒരു സൈലൻ്റായിട്ടൊരു സ്ഥലമാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. കുറച്ച് ചേച്ചിമാരൊക്കെ പാടത്ത് കള പറിക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ കൊല്ലങ്കോടിന് വേറൊരു പേര് കൂടിയുണ്ട്, മാംഗോ സിറ്റി എന്ന്. മാംഗോ സിറ്റി ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലങ്കോട് തന്നെയാണ് കേട്ടോ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് മാംഗോ സിറ്റി എന്നൊരു പേര് കൂടി ഉണ്ട് കൊല്ലങ്കോടിന്. അപ്പോൾ നമുക്കിനി സീതാർകുണ്ട് വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ പോകേണ്ടത്. ഗൈസ്, ഇത് നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫാൾസിലേക്ക് പോകുന്ന റോഡ് നവീകരിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം. അതിലായിട്ട് 10 ലക്ഷം രൂപ ചിലവാക്കിയിട്ടെന്നാണ് പറയുന്നത്. നമുക്ക് റോഡിൻ്റെ അവസ്ഥ ഒന്ന് നമുക്ക് കാണാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ആ പാലം അപ്രോച്ച് റോഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 ലക്ഷം രൂപ ചിലവാക്കി എന്നാണ് ആ ബോർഡിൽ പറഞ്ഞിട്ടുള്ളത്. കുറേ ആളുകൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ 10 ലക്ഷം രൂപൻ്റെ റോഡാണ് കേട്ടോ അത്. അടിപൊളി വിഷ്വലാണ് കേട്ടോ ഇവിടെ നിന്നുള്ളത്. നോക്കിയേ, ഫുള്ള് നെല്ലിയാമ്പതിയുടെ മലനിരകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന്. ഈ ലൊക്കേഷൻ്റെ പേര് താമരപ്പാടം എന്നാണ് കേട്ടോ. ഇവിടെ കുറേ നവീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൊല്ലങ്കോട് പഞ്ചായത്ത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാക്കിയിട്ടാ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ. അടിപൊളി വിഷ്വലാണ് കേട്ടോ. ഒരു പ്രത്യേക ഗ്രാമീണ സൗന്ദര്യമാണ് ശരിക്കും. നമുക്ക് ഈ കൊല്ലങ്കോട് മാത്രമല്ല കേട്ടോ ശരിക്കും ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയണത്. പാലക്കാടിൻ്റെ ഏത് ഗ്രാമങ്ങളെടുത്താലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ശരിക്കും. അതും പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വരുന്ന സമയത്തില്ലേ, അതൊരു പ്രത്യേക ഒരു വൈബാണ് സംഭവം. ഇപ്പോൾ നമ്മൾ സീതാർകുണ്ട് പോകുന്ന അവിടെ കുറേ ഷോപ്പുകളും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ഷോപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ നവീകരിച്ചിട്ടുണ്ട് സംഭവം. നമുക്ക് ഇതിൽ കൂടെ പോകാൻ തോന്നും കേട്ടോ വാട്ടർഫാൾസിലേക്ക്. മുമ്പ് നമ്മൾ ആ സൈഡിൽ കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു സീതാർകുണ്ടിൻ്റെ അരുവി ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. ഒരു കനാല് പോലെ ഒന്ന് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും നോക്കാം. സീതാർകുണ്ടെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിന് സൈഡിൽ തന്നെ നോക്കി ഒരു കുടിലിൻ്റെ പോലെ സെറ്റപ്പിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ വിശാലമായ പാർക്കിംഗ് സൗകര്യമായിട്ടുണ്ട് കേട്ടോ ഇവിടെ. മുമ്പ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി സീതാർകുണ്ട് എന്ന് പറഞ്ഞാൽ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് ശരിക്കും അലൗഡേ അല്ലായിരുന്നു. പിന്നെ വരുമായിരുന്നു, വന്നാലും പെർമിഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇല്ലീഗലായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റി, ഇപ്പോൾ പെർമിഷൻ ആക്കി തോന്നുന്നു കേട്ടോ. മഴ സമയത്തൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ. ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. മുമ്പ് ടോയ്ലറ്റ് സൗകര്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. നോക്കാം. ഇപ്പം നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇതുപോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ, സീതാർകുണ്ട് റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. മാലിന്യങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപേക്ഷിക്കരുത്, ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകം എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ആരും പാലിക്കുന്നില്ല എന്നാണ് കേട്ടോ. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് തന്നെ കാണാൻ പറ്റുന്നുള്ളൂ. ഗൈസ്, നമ്മളങ്ങനെ സീതാർകുണ്ട് വാട്ടർഫാൾസിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ വാട്ടർഫാൾസിലേക്ക് വരുന്നത് അലൗഡായിട്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേരൊക്കെ മേലെ കയറി നിന്ന് ആവുന്നുണ്ട്. ഇത് ഭയങ്കര അപകടം പിടിച്ച സമയമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പാറക്കെട്ടിലൊക്കെ നിൽക്കുന്നത് മഴ സമയത്താണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. കാരണം പെട്ടെന്ന് വഴിക്ക് താഴെ വീഴും. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇവിടെ 1-2 പേര് താഴെ വീണായിരുന്നു. ഇവിടെ നിന്നല്ല, കുറച്ച് താഴെയായിരുന്നു വീണത്. അടിപൊളി സെറ്റ് വാട്ടർഫാൾസാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നോക്കി, പ്രവേശനം പാസ് മൂലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണമെങ്കിൽ ഇപ്പോൾ പാസ് എടുക്കണം. നോക്കി, ഇപ്പോൾ കുടിലിടത്തിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു മെയിൻ ഡോറ് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതാ പഴയ കാള വണ്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വ്യത്യസ്തമായിട്ട് കണ്ടത് നമുക്കൊരു റെഡ് കളറിലുള്ള റൈസാണ് കേട്ടോ കണ്ടത്. റെഡ് കളർ റൈസിൻ്റെ ഇത് അത് നമ്മൾ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഇവിടെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, സംബർ ബാത്ത്, നസർ ബാത്ത് മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നെൽവിത്ത്. അതാണ് സംഭവം കേട്ടോ. സംഭവം ഏകദേശം 30-110 കാലാവസ്ഥയിലും മാറ്റമുണ്ടാകുമ്പോൾ ചെറിയ മാറ്റമുണ്ടാവും ഉണ്ടല്ലേ. ഒരു വ്യത്യസ്തമായിട്ടുള്ള റൈസാണ് കേട്ടോ അവിടെ കണ്ടത്. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി, ഇതങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുടിലിടത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാം. നമുക്ക് ഇപ്പോൾ നോക്കി, നമുക്ക് കുടിലെടുത്ത ആ നെൽപ്പാടങ്ങളുടെ ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് 20 രൂപയുടെ പാസ് എടുക്കാനുണ്ടോ. മുമ്പ് നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന സമയത്തൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും. കഴിഞ്ഞ വർഷം ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ തോന്നുന്നുണ്ടോ തുടങ്ങിയിട്ട്. നമ്മൾ ശരിക്കും വന്നിട്ട് ഏകദേശം 1 വർഷം ആകാറായി. നോക്കി, വെള്ളം കുറവാണ്, മഴ പെയ്തത് കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴുകുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇതിവിടെ കണ്ടില്ലേ, ഇവിടെ ആ ഒരു പണ്ട് ആ കാലുകൊണ്ട് ആ വെള്ളം തേക്കുന്ന ഒരു പരിപാടിയില്ലേ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പുതുതായിട്ട്. ഇവിടെ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാലും 20 രൂപയൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ഉച്ച സമയമാകുമ്പോഴായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടേക്ക്. ഒരു 1 മണി സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഭയങ്കര ഗ്ലെയർ അടിക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ സമയത്ത് വരാതെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും പോയിട്ടാണ് നമ്മൾ അവസാനമാണ് ഇങ്ങോട്ട് വന്നത്. ഒരു 6 മണിയൊക്കെ 5 മണി 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തോണി പോലെ കൊടുത്തിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഫുള്ള് വൈബാണ് കേട്ടോ സംഭവം, ഒരു പൊളി വൈബാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും നെല്ലിൻ്റെ ഇത് കുറച്ചും കൂടി ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാവുന്നേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ് നമ്മൾ സെപ്റ്റംബറിലാണ് വന്ന് തോന്നുന്നു. ഗൈസ്, നമ്മളിപ്പോൾ കൊല്ലങ്കോട് കുടിലിടം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. ഇത് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയൊരു സംഭവമാണ് കേട്ടോ. 20 രൂപേൻ്റെ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിനുള്ള സംഭവമാണെന്ന് തോന്നുന്നത് കാണുമ്പോൾ. വെള്ളമൊന്നും ഇല്ല കേട്ടോ താഴെ. വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയേനെ. ഇതുപോലെ മഴക്കാലത്തും അല്ലെങ്കിൽ ഇതുപോലെ ഈ പച്ചപ്പായി കിടക്കുന്ന സമയത്തൊക്കെ വരണം കേട്ടോ. എന്നാൽ മാത്രമാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ ബ്യൂട്ടി കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. വേനൽക്കാലത്തൊക്കെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും, വെയിലായിരിക്കും. പിന്നെ ഇത് ഈ ഭയങ്കര വരണ്ട് ഉണങ്ങി കിടക്കുന്ന അവസ്ഥയിലായിരിക്കും കേട്ടോ കാണുക. ഇപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഇവിടുന്ന്. പക്ഷേ അത് നമുക്ക് വേനൽക്കാലത്തൊന്നും വന്നാൽ കാണാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു സൗന്ദര്യം, ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ശരിക്കും മഴക്കാലത്ത് തന്നെ വരണം. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് മഴയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വെയിൽ പോലെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുടിലിടം എന്നുള്ള പേരായതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാനുള്ള കുടിൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ പേർക്ക് വന്ന് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഒരു ഈവനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക വൈബ് തന്നെയാണ്. പക്ഷേ 20 റുപ്പീസ് എന്ന് പറയുന്നത് അത് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഒരു 10 രൂപയ്ക്കുള്ളതൊക്കെ തന്നെ ഉള്ളൂ. ഇതിനകത്ത് 4-5 കുടിലുകൾ കെട്ടിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ഇവിടെ പുതുമയായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ നമുക്കിതാ കാണുന്ന മലനിരകളും
നെൽപ്പാടങ്ങളെന്നൊക്കെ പറയുന്നത് കോമൺ ആണ് സംഭവം ശരിക്കും. ഇത് ആര് ചെയ്തതാണെന്ന് അറിയത്തില്ല. ഇനി ഇവിടുത്തെ പഞ്ചായത്ത് കൊല്ലങ്കോട് പഞ്ചായത്ത് ചെയ്താണെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് ശരിക്കും. ശരിയല്ല അല്ലേ ഗൈസ്? അങ്ങനെ നമ്മളിപ്പോൾ കുടിലെടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കൊല്ലങ്കോട്ടിലെ കുറേ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ കുടിലെടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ചാർജസ് ആക്കി കേട്ടോ. ഇവിടെ 20 റുപ്പീസാണ് ചാർജസ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവിടെ പോകുന്ന വഴിക്കൊക്കെ പാർക്കിംഗ് ചാർജസ് ആയി, എല്ലാവിടെയും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ അയ്യപ്പേട്ടൻ്റെ കടയിൽ മാത്രമാണ് തോന്നുന്നു കേട്ടോ ഇപ്പോഴും ഊണിന് 50 രൂപ തന്നെ ഉള്ളൂ, അവിടെ ബീഫിന് 50 രൂപ തന്നെ ഉള്ളൂ ഇപ്പോഴും. അതൊന്നും മാറിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാവിടെയൊക്കെ എല്ലാവരും ഒരു ബിസിനസ് മൈൻഡിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കൊല്ലങ്കോടിൻ്റെ ആ ഒരു നാച്ചുറലൊക്കെ പോയിട്ടുണ്ട് അല്ലേ ശരിക്കും അച്ഛനെ? എന്താണ് തോന്നുന്നത്? കുടിലെടുത്ത് ഇപ്പോൾ 20 രൂപയാണ് ഇപ്പോൾ ചാർജ് വാങ്ങിക്കുന്നത്. പക്ഷേ 20 രൂപേൻ്റെ ആ ഒരു ചാർജിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അവിടെ ഒരു 4 ആലപ്പര കിട്ടിയിട്ട് കുറച്ച് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് മൈൻഡാണ് ഇപ്പോൾ ആളുകൾക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ പിന്നെ അവിടെ സീതാർകുണ്ട് പോയപ്പോഴും അവിടെ ഫുൾ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും കടകളായി, പിന്നെ കുറേ എല്ലാം പെയ്ഡ് പാർക്കിങ്ങിൻ്റെ ആയി, ടോയ്ലറ്റിൻ്റെ ഇതായിട്ടാണ് കുറേ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സീതാർകുണ്ട് വാട്ടർഫാൾസിനകത്ത് പോകുന്ന വഴിക്ക് അവിടെ ഒന്നും ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഓപ്പൺ പ്ലേസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ചെറിയ മാറ്റം തന്നെയാണ് കേട്ടോ. അതൊക്കെ ഒരു മാറ്റം തന്നെയാണ്. പിന്നെ ഇനി അത് ഇനി ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ഇതൊരു ടൂറിസം മേഖല ആവുന്ന സമയത്ത് കുറേ നമ്മൾ ഇന്ന് ടെൻറ്റ് സ്റ്റേ കണ്ടില്ല, ഹോം സ്റ്റേ അല്ലേ? നമ്മൾ സീതാർകുണ്ട് വാട്ടർഫാൾസ് ഇവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഹോം സ്റ്റേ കണ്ടു കിട്ടാ. അപ്പോൾ ശരിക്കും കൊല്ലങ്കോടൊക്കെ ഒരു ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരു ഇത്രയും നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഒരു ഹോം സ്റ്റേ എന്നൊക്കെ പറയുന്നത് ആൾക്കാരുടെ ഒരു ബിസിനസ് മൈൻഡിലേക്കാണ് സംഭവം. അപ്പോൾ എല്ലാവരുടെയും ഒരു ബിസിനസ് രീതിയിലേക്കാണ് കേട്ടോ കൊല്ലങ്കോട് മാറിയിരിക്കുന്നത്. ടൂറിസത്തിൻ്റെ കൂടെ ബിസിനസ്സും ഡെവലപ്മെൻറ്റ്, ഇവിടുത്തെ ആൾക്കാരും ഡെവലപ്മെൻ്റ് ആവും. കാരണം അത്രയും ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു ബിസിനസ്സാണ്, ഒരു വരുമാനമാണ്. അപ്പോൾ അതൊക്കെ ഒരു മാറ്റം തന്നെയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ നല്ല അടിപൊളി സ്ഥലങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.